ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ഉണ്ണി. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു കൊച്ചു എക്സ്പെരിമെൻ്റ് പോലത്തെ ഒരു വീഡിയോ ആണ്. അതിനായി നമുക്ക് 2 എഗ്ഗ് മുട്ടയും ഒരു അമിട്ടും വേണം. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ അമിട്ട് പൊട്ടുമ്പോൾ ഈ മുട്ടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഈ മുട്ടയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ വീഡിയോ അവസാനം വരുന്നത് കാണുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇനി അമിട്ട് പൊട്ടുമ്പോൾ മുട്ട പൊട്ടുമോ അല്ലെ മുട്ടയാണോ ആദ്യം പൊട്ടുന്നതെന്നും അറിയില്ല. നമുക്ക് വീഡിയോയിൽ കൂടെ തന്നെ കണ്ടറിയാം. നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ഇതുപോലത്തെ കിടക്കാച്ചി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. നമ്മൾ കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കിനി നോക്കാം ഇനി അമിട്ട് പൊട്ടുമോ മുട്ട പൊട്ടുമോ എന്ന് എല്ലാം കണ്ടു തന്നെ അറിയാം. കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇത് നമ്മൾ കത്തിക്കുമ്പോൾ ചിലപ്പോൾ മുട്ട പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പുറത്ത്, അതായത് മുട്ടയുടെ പുറത്ത് വെച്ചാണ് നമ്മൾ കത്തിക്കുന്നത്. നമുക്കിനി അത് കാണാം എന്ത് സംഭവിക്കുമെന്ന്. എല്ലാവരും വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. എൻ്റെ മോനെ പൊട്ടിച്ചെതറി ചന്ന പിന്നെ ആയി പോയിരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾക്ക് കാണാമല്ലേ മുട്ടയുടെ ഒരു അംശം, അതായത് തോട് പോലും നേരെ അവിടെ ഇല്ല. അത്രയ്ക്ക് പവറിലാണ് ഇത് പൊട്ടി ചിന്നിപ്പോയത്. ഇത് കൊച്ചുപിള്ളേരാരും അനുകരിക്കരുത്. ഇതൊക്കെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അതും ഒരു ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങളാരും ഇത് അനുകരിക്കരുത്. അടുത്തതായി നമുക്കൊരു കുറച്ച് കരിമരുന്ന്, അതായത് ഈ ഒരു അമിട്ട് നമ്മൾ കത്താതെ ഇരുന്ന് അതിൻ്റെ അകത്തുള്ള വെടിമരുന്ന് എടുത്ത് നമ്മൾ ഒരു പേപ്പറിനകത്ത് വെച്ച് പൊതിഞ്ഞ് കത്തിച്ച് നോക്കാം. അത് എങ്ങനെയാണ്, അത് പൊട്ടിത്തെറിക്കുമോ അല്ലാതെ കത്തിപ്പോകുമെന്ന് അറിയില്ല. നമുക്ക് അങ്ങനെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ അടുത്തൊരു വീഡിയോ. നമുക്കിനി അതും കൂടെ ഒന്ന് കാണാം ഇനി എന്ത് സംഭവിക്കുമെന്ന്. നമ്മളതൊരു കൊച്ചു ന്യൂസ് പേപ്പറിലാക്കി പൊതിഞ്ഞ് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. കത്തിച്ച് നോക്കാം ഇനി എന്ത് സംഭവിക്കും. അതൊന്നും അറിയില്ല. ഇതൊന്നും വേറെ ആരും അനുകരിക്കരുത് കൊച്ചുകുട്ടികളൊക്കെ. ഇതൊക്കെ കുറച്ച് അപകടം പിടിച്ച പണികളാണ്. ഇത് നല്ല രീതിയിൽ കത്തി ഒരുമാതിരി എന്ത് പറയാനാണ്, ഒരു ബ്ലാസ്റ്റായി പോകുന്നല്ല, പൊട്ടില്ല. അതേപോലെ നല്ല തീ പടർന്ന് പിടിക്കാനുള്ളൊരു ചാൻസ് കണ്ടോ, ഇപ്പോൾ കണ്ടാവില്ല. നമുക്കിനി സ്ലോ മോഷനിൽ കണ്ടു നോക്കാം. നിങ്ങൾക്കറിയാലോ ഇത് പടക്കം, അതായത് നമ്മുടെ ദീപാവലിക്ക് വയ്ക്കുന്ന പടക്കത്തിനകത്തുള്ള മരുന്നാണ്. അത് ഈ കരിമരുന്നാണ് ഇപ്പോൾ കത്തി ഇങ്ങനെ പോകുന്നത്. അടുത്ത് വേറെ ഒരു കരിമരുന്ന്, ഒരു കൊച്ചു ബോക്സിനകത്തുള്ള ഒരു മരുന്ന് മാത്രമാണ്. അതും കൂടെ ഒന്ന് കത്തിച്ച് നമുക്ക് നോക്കാം അത് എന്ത് സംഭവിക്കുമെന്ന്. പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഇതിൽ വേറെ ഒരു ടൈറ്റായി നിൽക്കുന്ന ഒന്നുമില്ല. ജസ്റ്റ് ഈ അമിട്ടൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾക്കറിയാമല്ലോ, ഈ മരുന്നിന് പുറത്ത് നല്ല ഇതിൽ പ്രഷറിൽ കയർ ചുറ്റിരിക്കുക, അതാണ് സൗണ്ട്. ഇത് നമ്മൾ അതൊക്കെ ഊരി മരുന്ന് മാത്രം വെച്ച് കത്തിക്കുകയാണ്. അതിന് നമുക്ക് സ്ലോ മോഷനിൽ തന്നെ കണ്ടു നോക്കാം. ഈ കരിമരുന്ന് പെട്ടെന്ന് കത്തിപ്പോകുന്ന ഒരു ഇതാണ്. നമുക്ക് ഇനി കാണാം സ്ലോ മോഷനിൽ അതൊന്ന് കണ്ടു നോക്കാം. അതെങ്ങനെയാണ് കത്തി ഇത്രയും ഇതായിട്ട് പടർന്ന് പിടിക്കുന്നതെന്ന് നോക്കാം. ഇത് അമിട്ടിനകത്തുള്ള ഒരു ഇതാണ് കേട്ടോ, അമിട്ടിനകത്തുള്ള ഒരു കരിമരുന്നാണ്. ഒന്നും പറയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.